ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ദീപാവലി ആഘോഷിക്കാൻ പറ്റിയ ഒരു വാട്ടർ കാൻഡിലാണ്. ഇത് നമ്മൾ ഉപയോഗശൂന്യമായി ഇട്ടിരിക്കുന്ന ചില സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഭംഗിയായിട്ടുള്ള വാട്ടർ കാൻഡിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഭംഗിയായിട്ടുള്ള വാട്ടർ കാൻഡിൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ കാൻഡിലാണ്. അപ്പോൾ വാട്ടർ കാൻഡിൽ നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീടുകളിലുള്ള ചില സാധനങ്ങൾ മതി. ചിലതൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ചില സാധനങ്ങളാണ്. ഒഴിഞ്ഞ കുപ്പികൾ, അടപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് കളയുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള കണ്ണാടി കുപ്പിയോ ഗ്ലാസ്സോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് തിരിയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള വാട്ടർ കാൻഡിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ നമുക്ക് പല സാധനങ്ങളും വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. കുറച്ചിത്തിരി കട്ടിയുള്ള ഒരു ഷീറ്റ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കുറച്ച് റൗണ്ടായിട്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഒരു വട്ടത്തിൽ ഇത് വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഈ നടുവിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു തിരി കൊള്ളാനുള്ള അത്രയും വലിപ്പത്തിലുള്ള ചെറിയൊരു ഹോള്. അത് നമുക്ക് ഈ നടുഭാഗത്ത് ഒന്ന് വെട്ടി വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കിയ ഒരു കമ്പി ഈ നടുവിലായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഹോള് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കണം. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കമ്പി ചൂടാക്കി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നടുവിലൊരു ഹോള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുവഴി നമുക്കൊരു ചെറിയൊരു തിരി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ദ്വാരത്തിലൂടെ ചെറിയൊരു തിരി കടത്തി തിരി നമുക്ക് ചെറുത് മതി. ആ തിരിയുടെ പകുതി നമുക്ക് വെട്ടിക്കൊടുക്കാം. നല്ല നീളമുള്ള തിരിയാണെങ്കിൽ പകുതി വെട്ടിയിട്ട് ഇതുപോലെ ചെറിയ തിരി മതിയാകും. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന വാട്ടർ കാൻഡിലിന് ഒരു ഭംഗി വരുത്താൻ വേണ്ടി നമുക്കിതിൽ കളർ ചേർക്കാം. അപ്പോൾ അത് നമ്മൾ ഏത് കളർ വേണമെങ്കിലും ഇഷ്ടമുള്ളത് ചേർക്കാം. കളറൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ബീറ്റ്റൂട്ടോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ എടുത്ത് അത് ചേർക്കാം. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന കളറുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിൽ ചെറിയ കളറ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ മതിയാവും. അപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം. പൂജയ്ക്ക് ഉള്ളതാണെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കാം. അല്ല വെറുതെ നമ്മൾ ഭംഗിക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കൽ ഉപയോഗിച്ച ഓയിലുകൾ എടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളത് ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കളറ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത
ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ നമ്മൾ തിരി കയറ്റി എടുത്തത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കത്തിക്കാം. ഇപ്പോൾ നമ്മുടെ വാട്ടർ കാൻഡിൽ നല്ല ഭംഗിയായി കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കളറ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു. അത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ വേണമെങ്കിൽ അത് ഒഴിക്കാം. അല്ല ഒരിക്കൽ ഉപയോഗിച്ചത് നിങ്ങൾക്ക് പ്രശ്നമല്ല, പൂജയ്ക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ച ഓയിൽ, ഭംഗിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ച ഓയിൽ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പൂജ പോലെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഓയിൽ തന്നെ എടുക്കാം. പക്ഷേ നമുക്ക് കുറച്ച് മതിയാകും. സാധാരണ നമ്മൾ കത്തിക്കുന്നതിൽ നിന്നും ഓയിലിൻ്റെ അളവ് കുറച്ച് മതി. ഇപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കത്തിച്ചെടുക്കാം. നമുക്കിതുപോലെ പല വെറൈറ്റിയും ചെയ്യാം. നമുക്ക് ഓരോന്നായി കാണാം. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് പെബിൾസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം കത്തിച്ചതുപോലെ കത്തിക്കാം. അപ്പം നമ്മളത് ഇവിടെ കത്തിച്ച് എടുത്തു. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ കത്തിച്ച് എടുത്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇതിൽ 1-2 പ്ലാസ്റ്റിക്കിന് പകരം ചെറിയ കാർഡ്ബോർഡ് പീസാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തിരി കുറച്ചുകൂടെ നല്ല കട്ടിക്ക്, അധികം പെട്ടെന്ന് താഴ്ന്നു പോകാതെ കുറച്ച് കട്ടിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായി ചെയ്യണം. ഇത് ഞാൻ വെറും പ്ലെയിൻ വാട്ടറാണ് ഉപയോഗിച്ചത്. ഇവിടെ ബാക്കിയുള്ളത് ഞാൻ ഒരെണ്ണത്തിൽ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊന്നിൽ വെറുതെ നമ്മൾ മുമ്പൊക്കെ വാങ്ങിയ മാലകളൊക്കെയാണ്. അതങ്ങനെ ഇപ്പം ഉപയോഗിക്കാത്തത് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും. അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപയോഗപ്രദമായ വീഡിയോസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.